കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും വലിയൊരു റൂമർ അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോറിൻ താരം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ താരമാണ്. അതുപോലെ തന്നെ ആ ഒരു താരം CMFും അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് പൊസിഷനും ഒരുപോലെ കളിക്കുന്ന താരമാണെന്നും ഇതൊരു റൂമറായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോവുകയാണ് ആ ഒരു താരത്തെ, അല്ലെങ്കിൽ സൈൻ ചെയ്തു എന്നതിലുള്ള റൂമറായിരുന്നു. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ചിന്തിച്ചൊരു കാര്യമാണ്, ഏത് താരമായിരിക്കും ഈ ഒരു സെൻട്രൽ ഫോർവേഡും അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനും ഒരുപോലെ കളിക്കുന്ന ഒരു താരം? നേരത്തെ ISL കളിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബട്ട് സെൻട്രൽ ഫോർവേഡ് ആൻഡ് CMF പൊസിഷൻ കളിക്കും. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ താരമാണെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അത് സെൻട്രൽ ഫോർവേഡ് അതുപോലെ തന്നെ CMF പൊസിഷൻ, ഈ രണ്ട് പൊസിഷനും ഒരുപോലെ കളിച്ചിട്ടുള്ള ഒരു യൂറോപ്യൻ താരം എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു താരം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. വേറെ ഏതെങ്കിലും താരം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച ഒരു താരം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ടാണ്. നമ്മൾ കണ്ടെയാണ് അദ്ദേഹം ജംഷഡ്പൂർ FCക്ക് കളിച്ചപ്പോഴും അതുപോലെ തന്നെ മുംബൈ സിറ്റി FCക്ക് കളിച്ചപ്പോഴും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ കളിക്കുന്ന ഒരു പ്ലേ മേക്കർ, ഏത് റോളിലും കളിക്കാൻ പറ്റിയൊരു താരമാണ് ഗ്രെഗ് സ്റ്റുവർട്ട്. സോ ഈ ഒരു ക്ലൂ കാണുമ്പോൾ, ക്ലൂ അല്ല, ഇത് നമ്മുടെ കുറേ എക്സാമ്പിൾ കണ്ടൊരു കാര്യമാണ്. സോ ഇത് കാണുമ്പോൾ അവർ പറഞ്ഞ ഇത് വെച്ചൊക്കെ മാച്ച്, അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ്, യൂറോപ്പുകാരനാണ്. സോ അതൊക്കെ വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു താരം എന്ന് പറയുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടാണ്. സോ ഇതൊരു എൻ്റെ ഒരു എന്താ പറയുക, ഇതിലുള്ളൊരു വീഡിയോ ആണ്, അല്ലാതെ അപ്ഡേറ്റ് ഒന്നും അല്ല. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ.